ലാസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് സെലക്ഷൻസ് ഫ്രം അമേരിക്കൻ ലിറ്ററേച്ചറിലെ യുജീൻ ഓനീലിൻ്റെ തേഴ്സ്റ്റ് എന്നുള്ള ഒരു പ്ലേ ആണ്. അപ്പോൾ യുജീൻ ഓനീൽ എന്ന് പറയുന്നത് യുജീൻ ഗ്ലാഡ്സ്റ്റോൺ ഓനീൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഒരു അമേരിക്കൻ പ്ലേ റൈറ്റ് ആണ് കേട്ടോ, ഒരു നാടകകൃത്താണ് അദ്ദേഹം. നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിൽ അദ്ദേഹത്തിന് 1936 കിട്ടിയിട്ടുണ്ട്. 4 പുളിറ്റ്സർ പ്രൈസ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജെയിംസ് ഓനീൽ എന്ന് പറയുന്നത് ഒരു ആക്ടറായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഹോട്ടൽസിലും ട്രെയിനിലും ഒക്കെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്, തിയേറ്ററിലും ഒക്കെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. ആൻഡ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഇദ്ദേഹം പഠിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഡിപ്രഷനും ട്യൂബർക്യുലോസിസും ഒക്കെ യങ് ആയിട്ടുള്ള ഏജിൽ വന്നു. ആൻഡ് ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് റിക്കവർ ആയതിന് ശേഷമാണ് ഇദ്ദേഹം നാടകങ്ങൾ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സക്സസ്ഫുൾ പ്ലേ എന്ന് പറയുന്നത് ബൗണ്ട് ഈസ്റ്റ് ഫോർ കാർഡിഫ് എന്നാണ്. ഓക്കെ, ഫേമസ് വർക്ക്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദ ഹെയറി ഏപ്പ്, ദി ഐസ്മാൻ കമ്മത്ത്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഡീൽ ചെയ്യുന്ന തീംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോൺലിനെസ് വരുന്നുണ്ട്, സഫറിങ് വരുന്നുണ്ട്, ട്രാജഡി, സൈക്കോളജിക്കൽ സ്ട്രഗിൾ, ഹ്യൂമൻ ഹെൽപ്ലെസ്നെസ്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പ്ലേ തേഴ്സ്റ്റ് എന്ന് പറയുന്നത് 1913 എഴുതിയതാണ്, 1913 എഴുതിയതാണ്. ഇതൊരു 1 ആക്ട് ട്രാജഡിയാണ്. ഒരേ ഒരു ആക്റ്റേ ഉള്ളതിനകത്ത്. ഓക്കെ, ഒരു ഡിവിഷനേ ഉള്ളൂ ഈ ഒരു പ്ലേക്കകത്ത്. ആൻഡ് ടൈറ്റാനിക് ഡിസാസ്റ്ററിൽ നിന്ന് ഇൻസ്പയർ ആയി എഴുതിയിരിക്കുന്ന ഒരു പ്ലേ ആണ് തേഴ്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതായത് ടൈറ്റാനിക് ഡിസാസ്റ്റർ 1912 അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടി എഴുതിയിരിക്കുന്നതാണ് ഈ ഒരു പ്ലേ. അപ്പം മിക്കവാറും ഉള്ള ഇദ്ദേഹത്തിൻ്റെ പ്ലേകളെല്ലാം ഈ ഷിപ്പിനെ ബേസ് ചെയ്തിട്ട്, സെയിലിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊരു സർവൈവൽ ഡ്രാമയാണ് നമുക്ക് പഠിക്കാനുള്ള പ്ലേ. 3 ക്യാരക്ടേഴ്സാണുള്ളത്. ഈ 3 പേരും ഒരു ഷിപ്പ് റെക്ക് സർവൈവ് ചെയ്ത് വന്നവരാണ്. അതായത് അവർ വിക്ടിംസാണ്. അവരൊരു ബോട്ടിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ദ 3 ക്യാരക്ടേഴ്സ് ആർ ദ ജെൻറ്റിൽമാൻ, ദ ഡാൻസർ, ദ സെയിലർ. ജെൻറ്റിൽമാൻ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വൈറ്റ് പാസഞ്ചറാണ്. അയാൾ ഒരു കീറിയ കുറച്ച് ഈവനിങ് ക്ലോത്ത്സ് ആണ് ധരിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഷിപ്പ്രക്കിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ, അപ്പോൾ കീറിപ്പോയി തുണിയെല്ലാം. അപ്പർ ക്ലാസ്സിനെയാണ് ഇദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ സെൽഫിഷും വീക്കുമാണ് ഈ ഒരു ക്യാരക്ടർ. അതായത് ഇയാൾക്കൊരു റേഷ്യൽ പ്രജുഡിസ് ഉണ്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട്. പക്ഷേ ഇയാൾ വൈറ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ട് മറ്റൊരു ക്യാരക്ടറായിട്ടുള്ള സെയിലർ ഒരു ഇന്ത്യൻ സെയിലറാണ്, വെസ്റ്റ് ഇന്ത്യൻ സെയിലറാണ്. സോ അയാളെ കാണുമ്പോഴല്ലേ ഇയാളൊരു റേഷ്യൽ പ്രജുഡിസ് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഡാൻസറാണ് രണ്ടാമത്തെ ക്യാരക്ടർ. അവരൊരു യങ് ബ്യൂട്ടിഫുൾ വുമൺ ആണ്. ഒരു ഗ്ലിറ്ററിങ് ഡാൻസ് കോസ്റ്റ്യൂമാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഡയമണ്ട് നെക്ലസ് ഉണ്ട് അവർക്ക്. അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്യൂട്ടി, അംബീഷൻ അല്ലെങ്കിൽ മെറ്റീരിയലിസത്തിനെയാണ്. അപ്പോൾ അവർ ഭയങ്കര ഇമോഷണലാണ്, ഫ്രൈറ്റൻഡ് ആണ്. പതുക്കെ അവർക്ക് ഈ റാഫ്റ്റിൽ ഇവരിങ്ങനെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ 3 ക്യാരക്ടേഴ്സും. ചുറ്റിനും കടൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പതുക്കെ അവരുടെ ബോധം അല്ലെങ്കിൽ സാനിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് സെയിലറാണ്. സെയിലർ ഒരു വെസ്റ്റ് ഇന്ത്യൻ സെയിലറാണ്. ഈ 3 ക്യാരക്ടേഴ്സിൽ, അതായത് ഈ ബാക്കി 2 ക്യാരക്ടേഴ്സിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സെയിലറിൻ്റേതാണ്. വളരെ പ്രാക്ടിക്കൽ മൈൻഡഡ് ആണ്, എന്നാൽ സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അയാൾ ചുറ്റിനും ഷാർക്കൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അയാളുടെ ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റോറി നോക്കാം. അപ്പോൾ എപ്പിസോഡ് 1 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഓപ്പൺ ചെയ്യുന്നത് ഒരു റാഫ്റ്റിലാണ്. റാഫ്റ്റ് ഒരു കുഞ്ഞു ബോട്ട്, അത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇൻ ദ മിഡിൽ ഓഫ് ദി സീ. സ്കൈ ക്ലിയർ ആണ്. അപ്പോൾ സൂര്യൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബേൺ ചെയ്യുവാണ്, ഒരു ആംഗ്രി ഐ പോലെ. അതായത് ഇങ്ങനെ ക്രൂരമായ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രൂവലായിട്ടുള്ള കണ്ണുകൾ പോലെ ഇങ്ങനെ സൂര്യൻ എന്താണ് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ വേവ്സ് എല്ലാം വളരെ ഹോട്ടാണ്. ഷാർക്സ് ഉണ്ട് അവരുടെ ബോട്ടിന് ചുറ്റും. ഈ 3 സർവൈവേഴ്സും അവിടെ ട്രാപ്ഡ് ആയിട്ട് ഇരിക്കുവാണ്. സോ നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ അറിയാം, ഷാർക്കുണ്ട്, സൂര്യനുണ്ട്, പിന്നെന്താണ് ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണല്ലേ, വളരെ ടെറിഫയിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് നടക്കുന്നത്. ഇനി എപ്പിസോഡ് 2 ഡാൻസർ ഇത് കണ്ട് കരയുവാണ്. അവർ ഭയങ്കര ഇമോഷണലാണ്, എന്ന് വെച്ചാൽ അവർക്ക് പേടിയാവുന്നു. ആൻഡ് അവരെന്താണ് ആരെങ്കിലും ഒന്ന് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷേ എന്ന് വെച്ചാൽ അവർക്ക് സൈലൻസ് അങ്ങോട്ട് പറ്റുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സൈലൻസ് ഇവർക്ക് ഒരു ചെറിയൊരു ഇൻസാനിറ്റി അല്ലെങ്കിൽ ഒരു മാഡ്നസ്സിലോട്ട് ഇവരെ തള്ളി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ ഒരു പേടിയൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഇവർ ബാക്കി 2 ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വെദർ ഇഫ് സംബഡി ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ദം ഓർ നോട്ട്. ഏതെങ്കിലും ഷിപ്പ് വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യുമോ
റെസ്ക്യൂ ചെയ്യാൻ വരുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല 3 ക്യാരക്ടേഴ്സിനും എന്താണ് ഭയങ്കര തേഴ്സ്റ്റ് അല്ലെങ്കിൽ ദാഹം ഫീൽ ചെയ്യുന്നുണ്ട്. 3 പേരും വളരെ വീക്കായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ജെൻറ്റിൽമാൻ പിന്നെന്താണ്, അതായത് ജെൻറ്റിൽമാൻ എന്നുള്ള ക്യാരക്ടർ വാട്ടറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുവാണ്. ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സെയിലർ ക്യാരക്ടർ ഉണ്ടല്ലോ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ, അദ്ദേഹം ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുവാണ്. അതായത് ഈ ടൈമൊക്കെ പോകാനും എന്താണ് കുറച്ചും കൂടെ ഒന്ന് ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഒന്ന് ഈസാക്കാനും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ആര്, സെയിലർ. അപ്പോൾ സെയിലർ പാട്ട് നിർത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരുടെ കയ്യിലുണ്ട് വാട്ടർ, ഹു ഹാസ് ഗോട്ട് വാട്ടർ. അപ്പോൾ അത് ബാക്കി 2 പേരും ഇങ്ങനെ ഷോക്കായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ആരുടെയും കയ്യിൽ വെള്ളമില്ല അല്ലേ. അപ്പം ഇവരിങ്ങനെ അപ്പം മറ്റവർ 2 ക്യാരക്ടേഴ്സും ഇങ്ങനെ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, സെയിലർ ഇനി വെള്ളം എങ്ങാണോ മറ്റേ ബോട്ടിൽ നിന്നോ എങ്ങാണോ ഇനി സീക്രട്ടായിട്ട് എടുത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ. അങ്ങനെ ജെൻറ്റിൽമാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ വെള്ളം ചിലപ്പോൾ നിങ്ങൾ കുടിച്ച് തീർത്ത് കാണും, സെയിലറിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തേഴ്സ്റ്റും ഹീറ്റും കാരണം ഡാൻസർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ഐലൻഡ് തൊട്ടടുത്തുണ്ടെന്ന് ഇവർ തന്നെ ഇമാജിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അവർ പറയുന്നു ഒരു ഐലൻഡ് കാണുന്നു, അതിൽ ഗ്രീൻ ട്രീസ് ഉണ്ട്, അതിൽ കൂളായിട്ടുള്ള സ്ട്രീംസ് ഉണ്ടെന്ന് പറയുന്നു, അരുവികളുണ്ടെന്നും വാട്ടർ ഉണ്ടെന്നും ഒക്കെ ഇവരിങ്ങനെ ചുമ്മാ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നുമില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെൻഷൻ കാരണം അല്ലെങ്കിൽ ഇവരുടെ ഒരു ആൻസൈറ്റി കാരണം ഇവർ തന്നെ ഹാലൂസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാഡ്നസ് ആണെന്ന് വെച്ചാൽ ഇവരുടെ മൈൻഡ് പതുക്കെ എന്താണ് ഇൻസാനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡാൻസർ ക്യാരക്ടറിൻ്റെ. ആൻഡ് ഷീ ഈസ് ഓൾസോ ഇമോഷണലി ഫ്രൈറ്റൻഡ് ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെൻറ്റിൽമാനും ഡാൻസറും കൂടി കൺവിൻസ് ചെയ്യാണ് സെയിലറിനെ, അതായത് കൺവിൻസ് എന്താണ്, വെള്ളം സെയിലറിൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് അയാൾ പുറത്തെടുക്കാത്തയാണ് എന്നുള്ള രീതിയിൽ ഈ ഡാൻസറും ഈ ജെൻറ്റിൽമാനും കൂടി സെയിലറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാൻസർ പറയുന്നുണ്ട് ഈ വെള്ളം ഇയാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കണം അല്ലെങ്കിൽ ഇയാളെ കൊല്ലണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഡാൻസറും ജെൻറ്റിൽമാനും കൂടെ ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ ഭയങ്കര വീക്കായിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ്. സെയിലർ ഇതെല്ലാം കേട്ട് വളരെ കാമായിട്ടും സൈലൻ്റായിട്ടും ഇങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെയിലറിൻ്റെ ക്യാരക്ടർ വളരെ സ്ട്രോങ് ആണെന്ന്. അപ്പോൾ ഡാൻസർ തേഴ്സ്റ്റ് കാരണം വളരെ വൈൽഡായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഡയമണ്ട് നെക്ലസ് ഒക്കെ സെയിലറിന് കൊടുക്കാൻ പോവുകയാണ് ഇവർ, ഓഫർ ചെയ്യുക എനിക്ക് വെള്ളം വേണമെന്നും പറഞ്ഞ്. അതും ഫെയിലാവുന്നുണ്ട്. അവസാനം ഈ ഡാൻസർ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, ഐ വിൽ ഓഫർ യു മൈ ബോഡി എന്ന് വരെ പറയുന്നുണ്ട്. ഫിസിക്കലായിട്ടുള്ള നീഡ്സിന് സെയിലറിൻ്റെ കയ്യിൽ നിന്ന് വാട്ടർ മേടിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഈ ഡാൻസർ വളരെ മോശമായിട്ട് സെയിലറിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഹീ ഡസൻറ്റ് റെസ്പോണ്ട്, ഹീ ആക്ട്സ് വെരി കൂൾ. ആരാണ്, സെയിലർ. എന്നിട്ട് ഇവർക്കൊരു മാഡ്നസ്സിലോട്ട് ഇവരങ്ങ് പോവുകയാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഡാൻസ് ചെയ്യാൻ തുടങ്ങുവാണ് അൺകൺട്രോളബിളായിട്ട്. സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന കണക്ക് അൺകൺട്രോളബിളായിട്ട് ഡാൻസ് കളിച്ച് ഇവരവിടെ തന്നെ കൊളാപ്സ് ചെയ്ത് മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദി ഡാൻസർ ഡൈസ്, സെയിലർ സഡൻലി വളരെ ഹാപ്പിയായി മാറുകയാണ്. അയാൾ പാട്ടൊക്കെ പാടി ഇയാളുടെ കയ്യിലുള്ളൊരു പിച്ചാത്തി ഇയാൾ ഷാർപ്പൺ ചെയ്യുവാണ്. ആൻഡ് ഇയാൾ പറയുന്നു വി ഷാൽ ഈറ്റ്, വി ഷാൽ ഡ്രിങ്ക് എന്ന്. ഇനി നമുക്ക് കുടിക്കാം അല്ലെങ്കിൽ ഇനി നമുക്ക് കഴിക്കാം. അങ്ങനെ ഇദ്ദേഹം എന്താണ് പ്ലാൻ ചെയ്യുവാണ്, ഡെഡ് ബോഡി കഴിച്ചിട്ട് ബ്ലഡും കുടിച്ച് നമുക്ക് സർവൈവ് ചെയ്യാമെന്ന്. എന്നുവെച്ചാൽ ആ സർവൈവലിൻ്റെ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു പോയിന്റിനെ കുറിച്ചാണ് ഇവിടെ യുജീൻ ഓനിയിൽ പറയുന്നത്. വേറെ ഒന്നുമില്ല, വെള്ളവും കിട്ടാനില്ല, ഫുഡും കിട്ടാനില്ല. സോ ഡാൻസർ എന്തായാലും മരിച്ചു, ഇനി നമുക്ക് എന്തായാലും കഴിക്കാമെന്ന് ജെൻറ്റിൽമാൻ്റെ അടുത്ത് ആര് പറയുക, സെയിലർ പറയുക. ഡാൻസറിൻ്റെ ബോഡി കഴിക്കുകയും ചെയ്യാം, നമുക്ക് ബ്ലഡ് കുടിക്കുകയും ചെയ്യാം എന്നുള്ളൊരു മാഡ്നസ്സിലോട്ട് ആരും പോവുകയാണ്, സെയിലറും പോവുകയാണ്. പക്ഷേ സെയിലറിൻ്റെ ഈ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയറിനെ മാഡ്നസ് എന്ന് യുജീൻ ഓനിയിൽ പറയുന്നില്ല. പകരം ഒരു ബ്രൂട്ടലായിട്ടുള്ള സർവൈവ് ചെയ്യാൻ, എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാനുള്ള വളരെ ക്രൂവലായിട്ടുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് മാത്രമായിട്ടാണ് ഇവിടെ സെയിലറിനെ ആര് പ്രസൻറ്റ് ചെയ്യുന്നത്, സെയിലറിൻ്റെ ഈ ഒരു ആക്ഷനെ നമ്മുടെ പ്ലെയറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി ജെൻറ്റിൽമാൻ ഇത് കേൾക്കുമ്പോൾ വളരെ പേടിയാവുന്നു, അവർക്ക് അയാൾ ഹൊറിഫൈഡ് ആവുന്നു. ഇയാൾ ഡാൻസറിൻ്റെ ബോഡി എന്ത് ചെയ്യുവാണ്, കടലിലോട്ട് തള്ളിയിട്ടു. ഷാർക്ക് ബോട്ടിന് ചുറ്റും ഉണ്ടല്ലോ, അത് ഫുള്ള് തന്നെ അതങ്ങ് കഴിച്ചു തീർക്കുകയാണ് ബോഡി. സെയിലർ വളരെ ഫ്യൂരിയസ് ആവുന്നു, ജെൻറ്റിൽമാനെ കുത്തുന്നു, ബോഡി കടലിലോട്ട് തള്ളിയിട്ടതിന്. ആൻഡ് ജെൻറ്റിൽമാനും എന്താണ്, കടലിലോട്ട് വീഴുവാണ്. വീഴുന്ന വഴി ഇയാൾ സെയിലറിനെയും കൂടെ കടലിലോട്ട് വലിച്ചിടുകയാണ്. 2 പേരെയും ഷാർക്ക് അറ്റാക്ക് ചെയ്യുന്നു, 2 പേരും മരിക്കുന്നു. എപ്പിസോഡ് 9 ഫൈനൽ സീനിനകത്ത് എന്താണോ, ഒൺലി ദ ബോട്ട് റിമെയിൻസ്. ആ റാഫ്റ്റ് മാത്രം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുവാണ്. സൺ ഇപ്പോഴും, അതായത് സൂര്യൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. കടൽ വളരെ ശാന്തമായി. ആൻഡ് ഈ ബോട്ടിൻ്റെ പുറത്ത് ഇപ്പോൾ എന്തുമാത്രം ഉണ്ട്, നമ്മുടെ ഡാൻസറിൻ്റെ
ഗ്ലിറ്ററിങ് ഡയമണ്ട് നെക്ലസ് മാത്രം ഇങ്ങനെ കിടക്കുകയാണ്. അതിപ്പോൾ ഒരു യൂസ്ലെസ് വെൽത്തായിട്ട് കിടക്കുകയാണ്. അല്ലെ, അത് ആരും ഇടാനും ഇല്ല, അണിയാനും ഇല്ല, ആർക്കും ഒരു യൂസും ഇല്ലാതെ അത് ബോട്ടിലിങ്ങനെ ഒരു യൂസ്ലെസ് വെൽത്തായിട്ട് അതിങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പ്ലേ തീരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന തീംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹ്യൂമൻ ഹെൽപ്ലെസ്നെസ്. ഹ്യൂമൻസ് പവർലെസ് ആണ് നേച്ചറിൻ്റെ മുമ്പിൽ, അല്ലേ. 3 പേരുണ്ടായിട്ടും അവർക്കൊന്നും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റുന്നില്ല. ബിക്കോസ് ദേ ആർ സ്ട്രാൻഡഡ് ഓൺ എ സീ. അതുകൊണ്ട് അത് പറ്റുന്നില്ല. പിന്നെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് രണ്ടാമത്തെ തീം. സർവൈവ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് ഡാൻസറിൻ്റെയും സെയിലറിൻ്റെയും ഒക്കെ ഈ ഒരു ബിഹേവിയർ കാണിക്കുന്നത്. ഡാൻസർ ഡയമണ്ട് നെക്ലസ് കൊടുക്കുന്നു, അവരുടെ ബോഡി തന്നെ ഓഫർ ചെയ്യുന്നു. പിന്നീട് സെയിലർ എന്താണ്, വെള്ളം ദാഹം അകറ്റാനും ഭക്ഷണത്തിന് വിശപ്പ് അകറ്റാനും തേഴ്സ്റ്റ് ക്വെഞ്ച് ചെയ്യാനും ഒക്കെ സെയിലർ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, ഈ ഡാൻസറിൻ്റെ ബോഡി തിന്നാമെന്നും ബ്ലഡ് കുടിക്കാമെന്നും പറയുന്നു. അപ്പോൾ അവിടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള ഇങ്ങനെയുള്ള ക്രൈസിസ് ഹാപ്പൻ ചെയ്യുമ്പോൾ ആളുകൾ നമ്മുടെ സിവിലൈസേഷനെക്കുറിച്ചും നമ്മുടെ ആ ഒരു ഡിഗ്നിറ്റിയെക്കുറിച്ചുമൊക്കെ ആളുകൾ അങ്ങ് മറക്കും. ഓക്കെ. പിന്നെ ഇതിനകത്ത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ജെൻറ്റിൽമാൻ ഒരു അപ്പർ ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു പ്രിവിലേജ് ഉള്ളൊരു ക്യാരക്ടറാണ്. അയാൾക്ക് ഈ വെസ്റ്റ് ഇന്ത്യൻ സെയിലറിനെ ഇഷ്ടമല്ല. അയാൾ റേഷ്യലി ഇയാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ മെറ്റീരിയലിസം എന്ന് വെച്ചാൽ ഇവിടെ ഡയമണ്ട് നെക്ലസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് യൂസ്ലെസ് ആയിട്ട് ആർക്കും ഉപകാരമില്ലാതെ ബോട്ടിലായിപ്പോയി. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് തീം എന്ന് പറയുന്നത് മാഡ്നസ്. ഈ സഫറിങ്ങിലൂടെ 3 ക്യാരക്ടേഴ്സും എന്തായി മാറുന്നുണ്ട്, ഏകദേശം അവർക്ക് മാഡ്നസ് അല്ലെങ്കിൽ മാഡായിട്ട് മാറുന്നുണ്ട്, അല്ലേ. എസ്പെഷ്യലി ഡാൻസർ, അങ്ങനെയാണ് അവർ മരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൺ. ഞാൻ പറഞ്ഞല്ലോ, ക്രൂവലായിട്ട് ബേൺ ചെയ്യുവാണ് സൺ, അല്ലേ. ആംഗ്രി ഐസായിട്ട് ബേൺ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഗോഡിൻ്റെ ഒരു ആംഗ്രി ഐ ആയിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ക്രൂവലായിട്ടുള്ള ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ ഫേറ്റ്, അവർക്ക് വരാൻ പോകുന്ന ട്രാജഡി ആയിരിക്കാം സണ്ണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഷാർക്ക് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡെത്ത്, ഓൾവേസ് വെയിറ്റിംഗ് ഫോർ ദി ക്യാരക്ടേഴ്സ്. ഓക്കെ. സി എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്, നേച്ചർ വളരെ പവർഫുൾ ആണെന്ന് കാണിക്കുന്നു. നെക്ലസ് എന്തിനെയാണ് കാണിക്കുന്നത്, ഡയമണ്ട് നെക്ലസ്, യൂസ്ലെസ് ആയിട്ടുള്ളൊരു വെൽത്ത്. തേഴ്സ്റ്റ് എന്തിനെയാണ് കാണിക്കുന്നത്, തേഴ്സ്റ്റ് ദാഹം അല്ലെങ്കിൽ ആ ഒരു ഹങ്കർ എന്തിനെയാണ് കാണിക്കുന്നത്, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡിസയറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്ലേക്കകത്ത് അദ്ദേഹം സംസാരിക്കുന്നത്. ഓക്കെ. അതായത് ഹ്യൂമൻ ബീയിങ്സ് ഡെത്തിനെ അല്ലെങ്കിൽ ഡെത്തിനെയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മാനേഴ്സ് എല്ലാം നഷ്ടപ്പെടും. നമ്മുടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു നേച്ചർ തന്നെ നഷ്ടപ്പെടും. നമ്മൾ പിന്നെ എന്തിനെയായിരിക്കും, ഫെയ്റ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനിക്കായിരിക്കും ഫെയ്റ്റ് ആയിരിക്കും നമ്മളെ പിന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഡാൻസറിൻ്റെ ഹലൂസിനേഷനും ഡാൻസ് ഓഫ് മാഡ്നസ്സും ആ നെക്ലസും എല്ലാം നല്ല രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. ഫൈനൽ സ്ട്രഗിളും